നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഭാരതം ലോകത്തിന് നൽകിയ വലിയൊരു സംഭാവനയാണ് ആയുർവേദം. ആയുർവേദത്തിന് പക്ഷേ ചില പരിമിതികളുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും, ആയുർവേദത്തോടൊപ്പം തന്നെ അലോപ്പതി കൂടി ചേർന്ന ഒരു ചികിത്സാ രീതി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ രണ്ട് വിഭാഗക്കാരും നമ്മൾ വലിയ ശത്രുതയിൽ കഴിയുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ആയുർവേദ ചികിത്സയിലാണെന്ന് പറയുമ്പോൾ MBBS ഡോക്ടർമാർ ഇന്ന് ചിരിക്കും, തിരിച്ചും അതുപോലെ തന്നെ MBBS അല്ലെങ്കിൽ അലോപ്പതി എന്ന് പറയുന്നത് ഒരിക്കലും പൂർണ്ണമായും ഒരു ചികിത്സയായിട്ട് അംഗീകരിക്കാത്ത ആയുർവേദക്കാരും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തുള്ള ചികിത്സ നമുക്ക് ലഭ്യമാകുന്ന ഒരു സ്ഥാപനം കൊച്ചിയിലുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ പേര് റാഹ എന്നാണ്. റാഹ ആയുർവേദ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് റീഹാബ് സെൻറ്റർ എന്നാണ് അതിൻ്റെ പേര്. റാഹ എന്ന് പറഞ്ഞാൽ തന്നെ വെൽനസ് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഈ രണ്ട് ചികിത്സാ രീതികളും ഒരുമിപ്പിച്ച് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നതിനെ പറ്റിയൊക്കെ പറയാൻ വേണ്ടി എൻ്റെ കൂടെ ഉള്ളത് ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും ഫൗണ്ടറും ഒക്കെ ആയ മാനേജിംഗ് ഡയറക്ടറും ഫൗണ്ടറും അല്ലേ ആയ ഡോക്ടർ അൻവറാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാനീ പറഞ്ഞത് ശരിയല്ലേ? നമ്മളിപ്പോൾ എന്താണ് അസുഖം, എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ നമ്മൾ ആയുർവേദക്കാരാണ്, അവരോട് പറയണം അലോപ്പതി ചികിത്സയിലാണെന്ന് പറഞ്ഞാൽ അവർ പറയും അതിനൊന്നും പൂർണ്ണമായിട്ടും ഒരു ചികിത്സ ഒന്നും കിട്ടില്ല, നിങ്ങളതുകൊണ്ട് മറ്റെന്തെങ്കിലും നോക്കണം എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ളപ്പോൾ ഈ രണ്ട് കൂട്ടരും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അതാണ് എനിക്ക് ആദ്യം തോന്നിയൊരു സംശയം. അല്ല, ഇതിൽ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ വിമർശിക്കുമ്പോൾ പലപ്പോഴും അതിനെക്കുറിച്ചുള്ള അജ്ഞതയിൽ നിന്നുള്ള വിമർശനമായിരിക്കും. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതോ അവസരം കിട്ടാത്തതോ ഉണ്ടായിരിക്കും. പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ സിസ്റ്റത്തിൻ്റെയും നന്മ മനസ്സിലാക്കി അത് മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പോൾ ഞാനത് ഈ ചോദ്യത്തിനൊരു ഉത്തരം, എന്തുകൊണ്ട് റാഹ ആയുർവേദ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് റീഹാബിലിറ്റിംഗ് ഒരു സംവിധാനം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ, അലോപ്പതി ചികിത്സ എന്ന് മാത്രമല്ല, അതതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ചികിത്സയ്ക്കും അല്ലെങ്കിൽ ഹീലിങ്ങിന് എന്തെല്ലാം ആവശ്യമായ സംവിധാനങ്ങളുണ്ടോ അതെല്ലാം ഒന്നിച്ച് കൊണ്ടുവരികയും അതാത് സ്പെഷ്യലിസ്റ്റുകളുടെ നേതൃത്വത്തിൽ നടത്തുകയും അത് ഓൺ എ ഡെയിലി ബേസിസ്, റെഗുലർ ബേസിസിൽ ഡോക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ബെസ്റ്റ് ഔട്ട് ഓഫ് ദിസ് ഗ്രൂപ്പ് ആ ഒരു ഡിസ്കഷനിൽ അത് പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ റീഹാബ് എന്ന് പറയുന്ന ഒരു വാക്ക് വന്നത് എങ്ങനെയാണ് ഈ ഒരു പേരിൽ? അത് നമ്മൾ ഇവിടെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയിൽ കൂടുതൽ റീഹാബിലിറ്റേഷൻ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പോസ്റ്റ് സ്ട്രോക്ക്, നമ്മൾ സ്ട്രോക്കിന് ശേഷമുള്ള റീഹാബിലിറ്റേഷൻ വേണം. സ്ട്രോക്കിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇസ്കീമിക്കായാലും ഹെമറേജിക്കായാലും എമർജൻസി മാനേജ്മെൻറ്റ് ന്യൂറോളജിസ്റ്റിൻ്റെ അണ്ടറിൽ ചെയ്തതിന് ശേഷം ശരീരത്തുണ്ടാകുന്ന പോസ്റ്റ് സ്ട്രോക്ക് റെസിഡ്യൂവൽ ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ ഒരു റീഹാബ് സെൻ്ററിലാണ് വേണ്ടത്. യൂഷ്വലി ഫിസിയോതെറാപ്പി ആളുകൾ ചെയ്യും, അല്ലെങ്കിൽ ആയുർവേദം ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ അതിന് എല്ലാം ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കുക, എന്താണ് ഇപ്പം ഞാനിപ്പോൾ സ്ട്രോക്ക് വന്ന ഒരാളെ കൊണ്ട് ഇവിടെ വരുന്നു, അദ്ദേഹത്തിൻ്റെ ഇപ്പം ഈ പറഞ്ഞ സ്ട്രോക്കിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ എന്തായിരിക്കും ഇവിടെ ചെയ്യുക? ഓക്കെ, അതിൽ ഒരു സ്ട്രോക്ക് വന്ന ഒരാളിന് ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്പീച്ച് അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ കൈയുടെയും കാലിൻ്റെയും പ്രവർത്തനങ്ങൾ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും, മോട്ടോർ ആക്ടിവിറ്റീസും സെൻസറി ആക്ടിവിറ്റിയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ന്യൂറോളജിസ്റ്റുകളോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകളോ അല്ലെങ്കിൽ കാർഡിയാക് സ്പെഷ്യലിസ്റ്റുകളോ ഒക്കെ കൊടുക്കുന്ന മരുന്നുകളെല്ലാം അത് കണ്ടിന്യൂ ചെയ്യുന്നപ്പോൾ അത് മോണിറ്റർ ചെയ്യാൻ അതിന് നോളജബിൾ ആയ ഡോക്ടേഴ്സ് ഉണ്ടാവും. അതോടൊപ്പം ന്യൂറോളജിസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ റീഹാബിലിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ഡിസൈഡ് ചെയ്യുന്നത് ഫിസിക്കൽ മെഡിസിൻ ഡോക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഡോക്ടർ ബിജു രവീന്ദ്രൻ 10-25 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഫിസിക്കൽ മെഡിസിൻ പ്രൊഫസർ, അദ്ദേഹമാണത് ട്രീറ്റ്മെൻറ്റ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പീച്ച് അഫക്റ്റ് ചെയ്ത ഒരാളിന് ഇവിടെ സ്പീച്ച് ആൻഡ് സ്വാളോയിങ് തെറാപ്പിസ്റ്റ് ഉണ്ട്. സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പാത്തോളജി കഴിഞ്ഞിട്ട് പിന്നെ ഡെഗ്ലൂറ്റോളജി സ്പീച്ച് ചെയ്തിട്ടുള്ള, അതായത് സ്വാളോയിങ് സ്പെഷ്യലൈസ്ഡുള്ള ഒരു നമ്മുടെ സെൻറ്ററിലുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് മാനസികമായ അസ്വസ്ഥതകളുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാൻ സൈക്കോളജിസ്റ്റ് ഓൺ എ റെഗുലർ ബേസിസ്, ഡെയിലി ബേസിസ് ഉണ്ട്. അപ്പോൾ സ്പീച്ച്, സ്വാളോയിങ്, സൈക്കോളജി, അതോടൊപ്പം ഫിസിക്കൽ ഇഷ്യൂസ്, ഈ സ്പാസ്റ്റിസിറ്റിയോ ഫ്ലാസിഡിറ്റിയോ വീക്ക്നെസ് ഒക്കെ ഉണ്ട്, അത് അഡ്രസ്സ് ചെയ്യാനുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകളുണ്ട്. അതോടൊപ്പം ആയുർവേദം എവിടെ വരുന്നത്? അതോടൊപ്പം ആയുർവേദ ചികിത്സയുണ്ട്. ആയുർവേദ ചികിത്സയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ഇവോൾവ് ഫിസിക്കൽ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് ഒന്നും ആയുർവേദം. അപ്പോൾ ആയുർവേദൻ്റെ അകത്ത് തൊട്ടും തലോടിയും തിരുമിയൊക്കെ ഉള്ള ചികിത്സ. അപ്പോൾ ആ ഒരു സ്ട്രോക്ക് വന്ന പേഷ്യൻറ്റിന് ഈ പറഞ്ഞ സ്പെഷ്യലിസ്റ്റ് കാണുന്നതോടൊപ്പം തന്നെ ആയുർവേദ ചികിത്സ ഒരു നേരം ചിലപ്പോൾ ശരീരം മൊത്തം ആയുർവേദ ചികിത്സ, അഭ്യംഗം അല്ലെങ്കിൽ ധാരകൾ ചെയ്യും, ശിരോവസ്തി, ശിരോപിജു പോലുള്ള ചികിത്സകൾ ചെയ്യും. അതിന് ശേഷം ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ സ്പാസ്റ്റിസ്റ്റുള്ള കേസിലൊക്കെ വളരെ നല്ല വ്യത്യാസമാണ്. ഒരു സിംഗിൾ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നതിനേക്കാൾ വളരെ ഫാസ്റ്റർ റിക്കവറിയും അതുപോലെ എല്ലാ ഇഷ്യൂസും അഡ്രസ്സ് ചെയ്യേണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതിൻ്റെ കൂടെ തന്നെ ഫങ്ഷണൽ ന്യൂട്രീഷണൽ മെഡിസിൻ ഡോക്ടർ, കാരണം ഇവർ സ്ട്രോക്കൊക്കെ വന്നു പല ഫുഡ് കഴിക്കാൻ പറ്റാതെ വരും, അതിൻ്റെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാകും. അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഡോക്ടർ ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഫങ്ഷണൽ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. അതോടൊപ്പം
ആയുർവേദ, സൈക്കോളജി, സ്പീച്ച് ആൻഡ് സോളോയിങ്, ന്യൂട്രീഷണൽ തെറാപ്പി, അക്യുപങ്ചർ, ന്യൂറോളജിക്കൽ ഇഷ്യൂസിന് വളരെ ഇഫക്റ്റീവാണ്. നമ്മുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം മാത്രം വലുതെന്ന് കാണിക്കുന്നില്ല. ഇതിൽ രോഗിയാണ് വലുത്. അതിൽ ഏതെല്ലാം സിസ്റ്റം എങ്ങനെല്ലാം കൊളാബറേറ്റ് ചെയ്യാവോ അത് കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ഇപ്പോൾ ആയുർവേദ മരുന്നുകളും അലോപ്പതി മരുന്നുകളൊക്കെ ഒരുമിച്ച് കഴിക്കാവോ? തീർച്ചയായിട്ടും. കാരണം അത് ഒരേ കണ്ടീഷൻസിന് ഒരേ മരുന്ന് ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ന്യൂറോളജിസ്റ്റിൻ്റെ മെഡിസിൻ ഉണ്ട്, അത് അവർ കണ്ടിന്യൂ ചെയ്യും. BP-യുടെ മെഡിസിൻ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും. അത് നമ്മൾ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യും. ഷുഗറിന് ഇൻസുലിനോ ടാബ്ലറ്റോ അത് കണ്ടിന്യൂ ചെയ്യും. അതോടൊപ്പം നമ്മൾ എന്താണ് ഇവർക്ക് ഇനി ആവശ്യമുള്ളത് അതിൽ ആയുർവേദ മരുന്നുകൾ കൊടുക്കുക. ഡ്രഗ് ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ ഒരേ പർപ്പസുള്ള മെഡിസിൻസ് ഉണ്ടാവണമെന്നില്ല. ആയുർവേദത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുക, അവർക്കുണ്ടാകുന്ന ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമുലേഷൻ, എക്സ്ക്രീഷൻ ഇതൊക്കെ ശരിയാന്ന് നോക്കുക. എക്സ്റ്റേണൽ തെറാപ്പീസിലൂടെ സ്പാസം കുറയാൻ, പിന്നെ മസിൽ വേസ്റ്റിംഗ് ഇല്ലാതെ നോക്കുക. ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള തെറാപ്പികൾ അതിൻ്റെ കൂടെ ചെയ്യുക. അതാണ് ആയുർവേദത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരു വെൽനസ് ട്രീറ്റ്മെൻറ്റും ആകാം അല്ലേ? സ്ഥിരമായിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലെങ്കിൽ ഇവിടെ വന്ന് എൻ്റെ ജീവിത രീതികളും ഒക്കെ വെച്ചിട്ടുള്ളൊരു വെൽനസ്. തീർച്ചയായിട്ടും വെൽനസ്സിനുള്ളൊരു വലിയൊരു റോളുണ്ട്. കാരണം നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. ഒരു WHO സ്റ്റഡി അനുസരിച്ച് അറൗണ്ട് 70% ഡെവലപ്ഡ് കൺട്രീസിലും ഡെവലപ്പിംഗ് കൺട്രീസിലും മോർ ദാൻ 70% കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇൻഫെക്ഷ്യസ് ഡിസീസ് ആയിരുന്നു പണ്ട്. ഇപ്പോൾ അത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലാണ്. ഇൻഫെക്ഷ്യസ് ആൻഡ് മാൽന്യൂട്രീഷൻ ഡിസീസ് ആയിരുന്നു. ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിൽ ലൈഫ് സ്റ്റൈൽ, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാതെ നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് വർദ്ധിക്കുന്നുണ്ടാകുന്ന തോന്നുന്നു. ഇപ്പോൾ നമ്പർ 1 ഇപ്പോഴും ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് കോസ് ഓഫ് ഡെത്ത്. നമ്പർ 2 സ്ട്രോക്ക്, 3 റെസ്പിറേറ്ററി ഇഷ്യൂസ്, അത് കഴിഞ്ഞ് ഡയബറ്റീസ്. ഇതിനെല്ലാം നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. കാരണം നമുക്ക് അതുപോലെ ഡയറ്റീഷ്യനുണ്ട്, അതുപോലെ പ്രോപ്പർ അവരുടെ ന്യൂട്രീഷൻ അനുസരിച്ച് ഡയറ്റ് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടുകയെന്ന് യോഗ ട്രെയിനിങ്, യോഗയുടെ തെറാപ്പിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത്തരം ഒരു കംപ്ലീറ്റ് ഗൈഡൻസ് ഒരു വെൽനെസ് എന്ന് പറയുന്ന ആളിനും അയാളുടെ പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ പലപ്പോഴും ഫാറ്റി ലിവർ ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആകാം, അപ്പോൾ അത് അല്ലെങ്കിൽ ഒബീസിറ്റി ആകാം. ഇതിനെല്ലാമുള്ള അഡ്വൈസസ് അതിലുമുണ്ട്. ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മദ്യപിക്കാത്തവർക്കെല്ലാം വരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. അത് നോൺ ആൽക്കോളിക് ഫാറ്റി ലിവർ ഡിസീസ്, NAFLD എന്ന് പറഞ്ഞിട്ട് കണ്ടീഷനുണ്ട്. അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ അനുസരിച്ച് അറൗണ്ട് 30%, 30-32% വരെ NAFLD പണ്ട് അതുണ്ടായിരുന്നില്ല, അത്രയും ഉണ്ടായിരുന്നില്ല. പല കാരണങ്ങളാണ്. നമ്മൾ വെറും ഫാസ്റ്റ് ഫുഡ് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഈവൻ പെസ്റ്റിസൈഡ്സ് ചേർന്ന പച്ചക്കറികൾ ഉൾപ്പെടെ എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് രോഗങ്ങളിലേക്ക് കൊണ്ടുവന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വർഷങ്ങളുണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള അഡ്വൈസസ് നമ്മൾ കൊടുക്കും. പിന്നെ അതുപോലെ കുട്ടികളിൽ ഒരുപാട് രോഗങ്ങൾ, ഓഫ് കോഴ്സ് കുട്ടികളുടെ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റിൽ കേരളം കമ്പയർഡ് ടു US സ്റ്റാൻഡേർഡ്സ് ആണ് വളരെ കുറവാണ്. അപ്പോൾ കുട്ടികളിൽ ഒബീസിറ്റി ഒരുപാട് വരുന്നുണ്ട്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി അതാണ്. ഓട്ടിസം, അതുപോലെ ഡെവലപ്മെൻറ്റ് ഡിലേ, കുട്ടികളിലുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് ഡിലേ, സ്പീച്ച് ഡിലേ, അതിനൊക്കെയുള്ള സംവിധാനമുണ്ട്. ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം വളരെ കൂടുന്നുണ്ട്. അത് എനിക്കൊന്ന് 10-20 വർഷത്തിനുള്ളിലാണ് ഇത്രയും കൂടി തുടങ്ങിയിട്ടുള്ളത്. അച്ഛനമ്മമാരുടെ ലൈഫ് സ്റ്റൈൽ അതൊരു കാരണമാണ്. പിന്നെ ഇവർക്കുണ്ടാകുന്ന സ്ട്രെസ് ഒരു ഫാക്ടറാണ്. പിന്നെ കുട്ടികൾക്ക് കുട്ടികൾ അവരുടെ സറൗണ്ടിങ്സിലെ ചാലഞ്ചസിനെ അവർ തന്നെ സോൾവ് ചെയ്ത് പോകുമായിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാം കുട്ടികളെല്ലാം സ്പോട്ട് ലൈറ്റിലാണ്, സ്ട്രെസ്സിലാണ്. അപ്പോൾ അതൊക്കെ പല കാരണങ്ങളുണ്ട്. പക്ഷേ റിയൽ കാരണം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ഈ സ്ട്രെസ്, ഒരു എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സും അതൊരു ഫാക്ടറാണ്. അതിന് നമുക്കിവിടെ ഒരു സെൻസറി ഇൻറ്റഗ്രേഷൻ റൂമുണ്ട്. ഈ കുട്ടികൾക്ക് തന്നെ ഫിസിയോ റീഹാബ് ചെയ്യാനും അവർക്ക് ഒക്യുപ്പേഷൻ തെറാപ്പി ചെയ്യാനും ഫോക്കസ് വർദ്ധിക്കാനുമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു അക്യൂട്ട് എമർജൻസി നമ്മളിവിടെ മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ ആ എമർജൻസിക്ക് ശേഷം ഉണ്ടാകുന്ന എല്ലാ കണ്ടീഷൻസും, ഇപ്പോൾ ആക്സിഡൻറ്റിന് ശേഷമുള്ള കണ്ടീഷൻ, അതിനുള്ള സംവിധാനം നമുക്കിവിടെ ഉണ്ട്. നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗമാണ് അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്കുള്ള ചികിത്സ. നട്ടലിൻ്റെ രോഗങ്ങൾക്കുള്ള ചികിത്സ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ. ഡിസ്ക് സംബന്ധമായ ഡിസ്ക് പ്രൊലാപ്സ്, ഡീജനറേറ്റീവ് ഡിസ്ക് ഡിസീസ് മുതലായ കണ്ടീഷൻസിനുള്ള ചികിത്സകളും ഇവിടെയുണ്ട്. അതിൽ ആയുർവേദ ഡോക്ടേഴ്സും ഫിസിക്കൽ മെഡിസിൻ ഡോക്ടേഴ്സ്, ന്യൂറോളജിസ്റ്റ്, ബോൺ സ്പെഷ്യലിസ്റ്റ് എന്നിവയുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. മിക്കവാറും എല്ലാ കേസിലും തന്നെ ശസ്ത്രക്രിയ ആവശ്യമില്ലാത്ത ഒരു ചികിത്സാ രീതിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ആയുർവേദ ചികിത്സയോടൊപ്പം തന്നെ 360 സ്പൈനൽ ഡീകംപ്രഷൻ, അതുപോലെ ഫിസിയോതെറാപ്പി മുതലായ ചികിത്സകൾ ഇതിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചികിത്സയാണ് കാൽമുട്ട് തേയ്മാനത്തിനുള്ള ചികിത്സ. ഓസ്റ്റിയോആർത്രൈറ്റിസ് നീ എന്ന് പറയും. വളരെ കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണത്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ വളരെ കൂടുതലാണത്. ഓസ്റ്റിയോആർത്രൈറ്റിസ് നീക്ക് 5 ഗ്രേഡാണുള്ളത്. ഗ്രേഡ് 1, 1, 2 വരെ ആകാൻ ഒരു 3-4 വർഷം എടുക്കും. 2 നിന്ന് 3ലേക്ക് പോകാൻ പിന്നെ ഒരു 2 വർഷം എടുക്കും. 3 നിന്ന് 4 പോകാൻ വീണ്ടും ഒരു 2 വർഷം എടുക്കും. ഒരു രോഗി മുട്ടുവേദനയ്ക്ക് ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ഏകദേശം ഒരു 4-5 വർഷമെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും മുട്ടിന് തേയ്മാനം എന്നുള്ള അവസ്ഥയിൽ ഡോക്ടറെ അടുത്ത് വരുന്നത്. ആ അവസ്ഥയിൽ പോലും നമുക്ക് ശസ്ത്രക്രിയ ഇല്ലാതെ
ആയുർവേദ ചികിത്സയും ഫിസിക്കൽ മെഡിസിൻ, ഫിസിയോതെറാപ്പി, ന്യൂട്രീഷൻ തെറാപ്പി, അതിനോടൊപ്പം തന്നെ PRP ഇഞ്ചെക്ഷൻസ്, അതായത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, നമ്മുടെ തന്നെ ബ്ലഡ് എടുത്തിട്ട്, രോഗിയുടെ തന്നെ ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള പ്ലാസ്മ ഇഞ്ചെക്ഷൻ ചെയ്ത് അത് റീജനറേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് എല്ലാ കേസിലും അത് വേണ്ടി വരില്ല, കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇത്തരം കമ്പൈൻഡ് ചികിത്സകളിലൂടെ നമുക്ക് സർജറി ഒഴിവാക്കാൻ പറ്റുന്ന ചികിത്സാ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എത്ര കാലമായി ഡോക്ടർ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തുള്ളൊരു ഡോക്ടർ? ശരിക്കും ആയുർവേദ ഡോക്ടറാണ്. ഞാൻ BMS കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് MD കഴിഞ്ഞു. ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്പെഷ്യലൈസേഷൻ യുക്രൈനിൽ തന്നെ മെഡിസിനിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സർട്ടിഫൈഡ് ഡയബറ്റിക് ചെയ്തു. പല രീതിയിലും വർഷങ്ങളായിട്ട് പഠിച്ചിട്ടുണ്ട്. രാമേന്ദ്ര യൂണിവേഴ്സിറ്റി ന്യൂറോ റേഡിയോളജി ഞാൻ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്. 30-32 വർഷം പല കാര്യങ്ങൾ പഠിക്കുമല്ലോ. അപ്പോൾ എന്നിട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇപ്പോൾ അലോപ്പതി ആയുർവേദം ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച് അത് തുടങ്ങിയത് ചെയ്ത കാലത്താണ്? ശരിക്കും ഞാൻ ഗവൺമെൻറ് ആയുർവേദ കോളേജ് ട്രിവാൻഡ്രത്ത് നിന്ന് കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഞാൻ കരുനാഗപ്പള്ളി എൻ്റെ ഒരു കൃപ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ടുണ്ട്, കുതിരപ്പന്തിയിൽ. അവിടെ മുതലേ തന്നെ ഇൻ്റഗ്രേറ്റഡ് ഒരു ഡയഗ്നോസ്റ്റിക് യൂണിറ്റ്സും എക്സ്റേ ലാബും ഒക്കെ തുടങ്ങി. അപ്പോൾ ഈ ലാബും എക്സ്റേ ഒക്കെ ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ സംഭാവനയല്ല. എക്സ്റേയും MRI ഒക്കെ എഞ്ചിനീയേഴ്സിൻ്റെ ഫിസിസിസ്റ്റിൻ്റെ സംഭാവനയാണ്. ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ കെമിസ്റ്റിൻ്റെ സംഭാവന. ഇതൊക്കെ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് MBBS കുത്തകയല്ല. അല്ല, അത് ഇപ്പോൾ റോബോട്ടിക് സർജറീസ് ഒക്കെ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് മനുഷ്യൻ ആവശ്യം എന്നുള്ളത് അതായത് എഞ്ചിനീയറിംഗ് എക്സ്പേർട്സ് ഉണ്ടാക്കുകയും അത് ഡോക്ടേഴ്സ് ട്രെയിൻഡ് ആവുക, അത് ചെയ്യുകയും ചെയ്യുക. അതാണ് ആയുർവേദത്തിൽ സുശ്രുത മഹർഷി 1500-2000 വർഷം മുമ്പ് പറഞ്ഞത്. ഏകം ശാസ്ത്രം അധീയാനോ ന വിദ്യാത് ശാസ്ത്ര നിശ്ചയം തസ്മാത് ബഹുശ്രുതം ശാസ്ത്രം വിജാനീയ ചികിത്സകൻ എന്നാണ്. അതായത് ഒരു ശാസ്ത്രം മാത്രം നമ്മൾ ലിമിറ്റ് ചെയ്യാതെ രോഗിയുടെ നന്മയെ കണ്ട് എല്ലാ ശാസ്ത്രങ്ങളും ഉൾക്കൊള്ളുന്നവരാണ് യഥാർത്ഥ ചികിത്സ. ഇത് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു ഒരു ലേണിംഗ് ആയിരുന്നു. അതാണ് ഞാൻ എല്ലാ സിസ്റ്റത്തിലെയും അഡ്വൈസസ് പേഷ്യൻസിന് കൊടുക്കാവുന്ന ഒരു സംവിധാനം തുടക്കം കുറിച്ചത്. 93-ലാണ് അത് തുടങ്ങുന്നത്. അറൗണ്ട് 31-32 ഇയേഴ്സ് ഓഫ് ജേർണി. അപ്പോൾ ഞാൻ വേറെ ചോദിക്കട്ടെ, ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ അലോപ്പതി മടുത്തിട്ടൊക്കെ ആയുർവേദത്തിൽ പോകുന്നവരുണ്ട് പലരും. അങ്ങനെയുള്ളവർ ഇവിടെ വരുമ്പോൾ വീണ്ടും ഇവിടെയും അലോപ്പതി ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ അങ്ങനെയല്ല. അലോപ്പതി മടുത്തിട്ടെന്ന് പറഞ്ഞാൽ അലോപ്പതി മടുക്കുക എന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ട് പർപ്പസായി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അതിൽ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല, അതായിരിക്കാം മടുക്കുക എന്നൊരവസ്ഥ. അപ്പോൾ ആ റിസൾട്ട് വരുമ്പോൾ അവർക്ക് എസെൻഷ്യലായിട്ടുള്ള മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു നോളജ് നമ്മുടെ ടീമിനുണ്ട്. പ്ലസ് അഡീഷണൽ ആയിട്ട് എന്ത് കൊടുക്കാം, ന്യൂട്രീഷനിൽ എന്ത് കൊടുക്കാം, ഡയറ്റിൽ എന്ത് കൊടുക്കാം, പുറമേയുള്ള ആയുർവേദ തെറാപ്പിയിൽ എന്ത് ചെയ്യാം, ഫിസിയോതെറാപ്പിയിൽ എന്ത് ചെയ്യാം, എക്സസൈസിൽ എന്ത് ചെയ്യാം. ഇതാണ് നമ്മുടെ കമ്പനി. ഓരോന്നും ഒരു സിസ്റ്റം അടുത്ത് മറ്റൊരു അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ദി ബെസ്റ്റ് എന്താണ്, അതാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ചികിത്സാ രീതിയിൽ ഏറ്റവും ഫലപ്രദമായിട്ട് വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ഡോക്ടറിന് തോന്നുന്നത്? ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒരു വലിയൊരു ഘടകമാണ്. ഫാറ്റി ലിവർ മുതൽ സ്ട്രോക്ക് മുതൽ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ്, കാർഡിയാക് ഇഷ്യൂറാണ് ഹാർട്ട് ഡിസീസ് അറ്റാക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ആ രക്തക്കൊഴൽ ബ്ലോക്ക് മിനിമം 6 to 12 years എടുക്കും. ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരു പ്രശ്നമില്ല പുള്ളി മറിഞ്ഞു വീണെന്ന് പറയുന്നത് അങ്ങനെ. അതിനൊരു ശ്രദ്ധയോ അതിനൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അത് കണ്ടുപിടിച്ച് അതനുസരിച്ച് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് സംഭവിക്കുന്നത്. രണ്ടാമത് സംഭവിക്കുന്നത് ഓട്ടോഇമ്യൂൺ ഡിസീസാണ്, ആർത്രൈറ്റിസ് ആൻഡ് റുമാറ്റിക് ഡിസീസസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, നീ, സ്പൈൻ റിലേറ്റഡ് ഇഷ്യൂസ്. നമുക്കൊരു വിതൗട്ട് സർജറി ഡീകംപ്രഷൻ യൂണിറ്റ് ഒക്കെ ഉണ്ട്. അതും പിന്നെ ഫിസിയോതെറാപ്പി, ആയുർവേദം കൊണ്ട് മൾട്ടിപ്പിൾ ഡിസ്ക് ഇഷ്യൂസിനൊക്കെ പരിഹരിക്കാവുന്ന കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് ഡിലേ ഇൻ ചിൽഡ്രൻ, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജീസ്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്. ഇപ്പോൾ ഉദാഹരണമായി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, നമ്മൾ ആമവാദം എന്നൊക്കെ, സന്ധിവാദം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ആമവാദം എന്ന് പറയുന്ന കണ്ടീഷനിൽ ഓഫ് കോഴ്സ് ഇപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, RA ഫാക്ടർ, anti-CCP അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, NA പ്രൊഫൈലൊക്കെ നോക്കി രോഗം ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ ഡോക്ടേഴ്സ് തീർച്ചയായിട്ടും ഒന്നുകിൽ ഇനിഷ്യലി അവർക്കൊരു ഡിസീസ് മോഡിഫൈങ് ആൻറ്റിബയോട്ടിക് ഡ്രഗ്സ് കൊടുക്കുക, അല്ലെങ്കിൽ അത് കൂടാതെ മെത്തോട്രെക്സേറ്റ് പോലുള്ള മരുന്നുകളോ അല്ലെങ്കിൽ ബയോളജിക്കൽസോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പേഷ്യൻറ്റിൻ്റെ ഡിസീസ് പ്രോസസ്സ് കൺട്രോൾ ചെയ്യാനാണ്. പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന ജോയിൻസ് ഉണ്ടാകുന്ന നീർക്കെട്ടൊക്കെ ഈ പ്രോസസ്സ് ഉണ്ടാകുമ്പോൾ കുറയെങ്കിലും വെയർ ആൻഡ് ടെയറും ജോയിൻസിൻ്റെ മൊബിലിറ്റിയും ഇതൊക്കെ ഈ ഫിസിയോതെറാപ്പിയിലൂടെയും എക്സ്റ്റേണൽ തെറാപ്പീസിലൂടെയും ഈ ഡയറ്റ് മോഡിഫിക്കേഷനിലൂടെ വലിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു സിസ്റ്റത്തിലെ മെഡിസിൻ അതിന് ഇഫക്റ്റീവ് ആണെങ്കിൽ, അതുകൂടാതെ മറ്റ് സപ്ലിമെൻറ്റ്സ്, ന്യൂട്രീഷണൽ തെറാപ്പി, അപ്പോൾ അതിൽ വലിയ റോളാണ് ന്യൂട്രീഷൻ. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ന്യൂട്രിയൻസ്, നോൺ ന്യൂട്രിയൻസ് ആൻഡ് ടോക്സിൻസ്. അപ്പോൾ എന്ത് കഴിയും? ന്യൂട്രിയൻസ് ബോഡി അബ്സോർബ് ചെയ്യും, നമുക്ക് ആവശ്യമുള്ളതെല്ലാം. നോൺ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ അത് ടോക്സിൻസും നോൺ ന്യൂട്രിയൻസും ബോഡി എലിമിനേറ്റ് ചെയ്യും. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ഇയേഴ്സ് ഇത് പലയിടത്തായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നതിന് വീണ്ടും നമ്മളൊന്ന് ഫ്ലഷ് ചെയ്ത് കളഞ്ഞ് ഒരു സിസ്റ്റമാറ്റിക് റീബൂട്ടിങ് ചെയ്യുക. ശരി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു രോഗത്തിനടിമ അല്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഒന്ന് മൊത്തത്തിലൊന്ന് റീജനറേറ്റ് തീർച്ചയായിട്ടും ഒരു കൃത്യമായ ഗൈഡൻസ് പല കേസിലും നമുക്ക് ഉണ്ടാവും. അതോടൊപ്പം പലരും ഇപ്പോൾ സൈബർ കോൺട്രിയാക്ക് എന്നൊരു കണ്ടീഷൻ ഉണ്ട്. സൈബർ കോൺട്രിയാക്ക് എന്ന് പറഞ്ഞാൽ സൈബർ കോൺട്രിയാക്ക്, അതായത്
പണ്ടൊക്കെ നമുക്കുണ്ടായിരുന്നു ഹൈപ്പോകോൺട്രിയ. അപ്പോൾ പത്രത്തിൽ അപ്പോൾ ഡോക്ടറോട് ചോദിക്കാൻ പങ്ക്തിയിൽ ചോദിച്ചിട്ട് ഈ രോഗം എനിക്കുണ്ടെന്ന് സംശയിക്കുന്നു. ഇതുപോലെ ഒരു രോഗം ഒരു ലക്ഷണം കേട്ടാൽ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് എനിക്കിതുണ്ടോ, ഞാനിതാണ് അല്ലെ എനിക്കിതാണ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഉണ്ട്. അവ അങ്ങനെയുള്ളവർക്ക് വീണ്ടും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് ശരിയല്ല. അവരുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. അത് നമ്മുടെ ഒരു സൈക്കോളജിസ്റ്റ് ഇരുന്ന് സംസാരിച്ച് ഡോക്ടർ പറഞ്ഞ് സംസാരിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും മാനസികവും ശാരീരിക ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അത് കുഴപ്പമില്ല. തോന്നലാന്ന് പറഞ്ഞാൽ ഹീസ് സഫറിങ് എ പെയിൻ, അല്ല പെയിൻ ഇൻ ദ സെൻസ് ഫിസിക്കലി സൈക്കോളജിക്കലോ മെൻ്റലി പെയിൻ. അപ്പോൾ ഇത്തരം ഇഷ്യൂസിനൊക്കെ നമുക്കൊരു അപ്രോച്ച്. ഞാൻ അടുത്തത് വളരെ രസകരമായിട്ട് സംഭവം കണ്ടത്, ഒരു ഡോക്ടറുടെ റൂം എഴുതി വെച്ചിരിക്കുക, ഒന്നുകിൽ ഗൂഗിൾ അല്ലെങ്കിൽ ഞാനെന്ന്. അല്ലെങ്കിൽ അവിടെ വന്നിട്ട് എല്ലാവരും വന്നിട്ട് ഡോക്ടർ പറയുമ്പോഴത്തേക്ക് ഡോക്ടർ അങ്ങനെ അല്ലല്ലോ ഗൂഗിളിൽ കണ്ടത് ഉണ്ടല്ലേ. വളരെ രസകരമായ അല്ല. ഇപ്പോൾ ഓരോ ഡോക്ടേഴ്സിനും ഒരു ചലഞ്ചാണത്. ഒരു ഡോക്ടർ അവരുടെ ഡിസീസ് രോഗത്തിൽ സ്പെഷ്യലൈസേഷനോ PhD ഒക്കെ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും. ഡോക്ടേഴ്സ് അപ്പോൾ മൾട്ടിപ്പിൾ ഇഷ്യൂസ് കണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ രോഗികൾ ഉൾപ്പെടെ എല്ലാവരും സ്പെഷ്യലൈസ്ഡ് ആയി. അതാണ് ഈ ഗൂഗിളുള്ള കാരണം. നമുക്കിനി ഇവിടെ എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പോകാമല്ലോ. ഇപ്പം അഡ്വാൻസ്ഡ് ഓർത്തോ ആൻഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻ്റർ എന്നാണല്ലോ പറയുന്നത്. അതിൽ ആയുർവേദ, ഇൻ്റഗ്രേറ്റഡ് ഓർത്തോപീഡിക്സ്, പ്രിവെൻറ്റീവ് കാർഡിയോളജി. ഈ കാർഡിയോളജിയിലെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം എനിക്കിപ്പം അത്തരം രോഗങ്ങളൊന്നുമില്ല, ഞാൻ എന്താണ് അതിൻ്റെ ഒരു പ്രിവെൻഷൻ? അതാണ് ഞാൻ കാർഡിയോളജിയിൽ പ്രിവെൻഷൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചാൽ ഒരു പൊതുവെ ഹാർട്ട് അറ്റാക്ക് ആണല്ലോ കാർഡിയോളജിയിൽ സംഭവിക്കുന്നത്. അതായത് രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടാകുന്നത്. അത് ഫാമിലി ഹിസ്റ്ററി ഒരു കാരണമാണ്, നമ്മുടെ സ്മോക്കിംഗ് ഒരു കാരണമാണ്, ലൈഫ് സ്റ്റൈൽ ഒരു കാരണമാണ്, ലാക്ക് ഓഫ് എക്സസൈസ് ഒരു കാരണമാണ്, ഒബിസിറ്റി കാരണമാണ്. ഇതൊക്കെ നമുക്ക് ഒരാളിന് അതിൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അച്ഛനോ അമ്മയ്ക്കോ ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ അത് എനിക്ക് ജനറ്റിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പിജനറ്റിക് ഫാക്ടർ എന്നൊരു ഫാക്ടർ ഉണ്ട്. നമ്മുടെ ജനറ്റിക് ഇഷ്യൂ ഉള്ളതിനെ പുറമേയുള്ള കാരണങ്ങളുണ്ട് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ അഫക്റ്റ് ചെയ്യാം. ഹാർട്ട് ഡിസീസിൻ്റെ ഫാമിലി ഹിസ്റ്ററി ഒരാൾ പുള്ളി മദ്യപിക്കുകയും ഇഷ്ടംപോലെ ഇംപ്രോപ്പറായിട്ടുള്ള ഫുഡ് കഴിക്കുകയും ലൈഫ് സ്റ്റൈൽ ഇല്ലെങ്കിൽ ഇതിനെ പെട്ടെന്ന് പുള്ളി രോഗത്തെ പ്രോസസ്സ് ചെയ്യുക. ഓൺ ദ അതർ ഹാൻഡ് ഈ ഫാമിലി ഹിസ്റ്ററി ഉള്ള വളരെ സ്ട്രിക്റ്റായ ലൈഫ് സ്റ്റൈലും ഡയറ്റും എക്സസൈസും ചെയ്താൽ പുറമേയുള്ള ഫാക്ടേഴ്സ് ഇതിനെ രോഗം വരാതെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടർ. അപ്പോൾ അതിലാണ് നമ്മൾ ഡയറ്റിലും ലൈഫ് സ്റ്റൈലും എക്സസൈസിലുമാണ് പ്രിവെൻറ്റീവ് കാർഡിയോ 6 മുതൽ 12 വർഷം വരെ എടുക്കുന്ന ഈ രോഗങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദിവസം ഇവിടെ വന്നു പോകണോ? വേണമെന്നില്ല. ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് എടുക്കുക, വേണ്ട ഡയറ്റ് പ്ലാൻ ചെയ്യുക, പാരാമീറ്റേഴ്സ് നോക്കേണ്ട ബ്ലഡിലെ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ റിവ്യൂ ആവശ്യപ്പെടുന്ന അനുസരിച്ച് വന്നാൽ മാത്രം മതി. പിന്നെ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിക്സ് എന്ന് ഞാൻ പറഞ്ഞാൽ ഡെവലപ്മെൻറ്റൽ ഡിലേ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, സ്പീച്ച് ഡിലേ, ഇങ്ങനെ പല കാര്യങ്ങൾ. പിന്നെ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ. പിന്നെ സ്റ്റുഡൻസ് കെയർ വിങ്ങിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ ഫോക്കസ് എല്ലാ കുട്ടികളും സ്പോട്ട് ലൈറ്റിലാണ്. ടീച്ചറിൻ്റെ ആയാലും സ്കൂൾ പേരൻസിൻ്റെ ആയാലും പിന്നെ ഗ്രാൻഡ് പേരൻസ്. അപ്പോൾ ഒരു നമ്മൾ അണു കുടുംബം എന്നൊക്കെ പറയുന്നതിൽ അണുവിൽ തന്നെ ഭയങ്കര സ്ട്രെസ് കുടുംബമാണ്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് കുട്ടികൾക്ക് അവരുടെ എന്താണ് ടാലൻ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ ഗൈഡ് ചെയ്യുക എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ്. അത് സൈക്കോളജിസ്റ്റ്, സ്പീച്ച്, ബിഹേവിയറൽ തെറാപ്പിസ്റ്റിൻ്റെ ഒരു ടീമിൽ ചേർന്ന് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറാണ്. അതും അപ്പോൾ ഇപ്പോൾ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ ഇവിടെ വന്ന് ചെയ്യുന്നത് അവരുടെ കണ്ടീഷൻസ് അനുസരിച്ച് ചിലപ്പോൾ ഫോക്കസ് കുറവാണെങ്കിൽ അറ്റൻഷൻ കുറവാണ്, അല്ലെങ്കിൽ റൈറ്റിംഗ് സ്കിൽസിന് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ലേണിംഗ് സ്കിൽ പ്രശ്നമുണ്ട്. അതിന് കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചില സെഷൻസ് വേണ്ടി വരാം, ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഒരു ഫോളോ അപ്പ് മാത്രം മതിയായിരിക്കും. അങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ടോട്ടൽ ഒരു എൻവയോൺമെൻ്റ് ആണ് ഇവിടെ. അപ്പോൾ ഇതിലേക്ക് വീണ്ടും വരുമ്പോഴത്തേക്ക് ഇവിടെ മറ്റൊരു പേര് ബയോവെൽ. അത് ഈ രംഗത്തെ ഒരു സ്റ്റാൾ വാട്ടർ ഡോക്ടർ ശ്രീകുമാർ ഉണ്ട്. പുള്ളി ബേസിക്കലി ഹീസ് എ ഹെഡ് ആൻഡ് നെക്ക് സർജൻ. 2 മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ് പുള്ളി ഒരു വർഷങ്ങളോളം സർജറിയൊക്കെ ചെയ്തിട്ടുള്ള ഡോക്ടർ. ഇപ്പോൾ ഫങ്ഷണൽ ആൻഡ് ന്യൂട്രീഷൻ മെഡിസിനിലേക്ക് പുള്ളി ഫോക്കസ് ചെയ്തിട്ട് പുള്ളി ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിനെ പുള്ളി തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ആ ഡോക്ടറുടെ സർവീസ് നമുക്കിവിടെ ഉണ്ട്. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? പുള്ളി ചെയ്യുന്നത് മെയിൻലി ന്യൂട്രീഷണൽ തെറാപ്പി ഉണ്ട്. അദ്ദേഹം ഉണ്ട്, നമുക്ക് കാണാം, പുള്ളി ഉണ്ട്. അപ്പോൾ ന്യൂട്രീഷണൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് പുള്ളി കൂടുതൽ ചെയ്യുന്നത്. നമുക്ക് രോഗമില്ലാത്ത ഒരാളിന് നമ്മൾ കഴിക്കുന്ന എൻവയോൺമെൻറ്റിൽ നിന്ന് കഴിക്കുന്ന ഫുഡിൽ നിന്ന് തന്നെയാണ് വാട്ടർ, എയർ ആൻഡ് ഫുഡിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും സപ്ലിമെൻറ്റ്സും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഇത് കഴിച്ചിട്ട് കുറച്ച് ലിവറിന് പോട്ടെ, കുറച്ച് കണ്ണിന് പോട്ടെ, കുറച്ച് ഹൃദയത്തിന് പോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നില്ല. ഇതിനാവശ്യമുള്ള അവർ മെറ്റബോളൈസ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. എവിടെയെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന ഇഷ്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യലാണ് ഫങ്ഷണൽ ന്യൂട്രീഷൻ മെഡിസിൻ. അപ്പോൾ അതിന് രോഗികളാണ് ആയിരിക്കണമെന്നില്ല. രോഗികൾ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതോടൊപ്പം ഇതിൽ വളരെ ക്രോണിക് ആയിട്ടുള്ള ക്യാൻസർ അല്ലെങ്കിൽ എൻ സ്റ്റേജ് ഇഷ്യൂസ് ഉള്ളവർക്ക് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാൻ ഈ ഒരു ഇൻ്റഗ്രേറ്റഡ്, അതായത് നമ്മളിപ്പോൾ കീമോ ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലേ, അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ചികിത്സ ഉണ്ടെങ്കിൽ ക്ഷീണമൊക്കെ കുറഞ്ഞൊരു ക്വാളിറ്റി. അതോടൊപ്പം ഒരു ചിലർ കീമോയ്ക്കോ റേഡിയേഷനോ ഫിസിക്കലി എലിജിബിളോ സ്യൂട്ടബിളോ അല്ലാത്ത പേഷ്യൻസിനും ഇതൊരു വലിയൊരു ഓപ്ഷനാണ്. അവരുടെ നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാകാൻ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ. അറ്റ് സെയിം ടൈം ഫങ്ഷണൽ ന്യൂട്രീഷൻ മെഡിസിൻ, ഒരു തരം യോഗ, ഒരു നേരം ചെറിയ ആയുർവേദ ചികിത്സ, ഡയറ്റ്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു എൻവയോൺമെൻറ്റ് തന്നെ കംപ്ലീറ്റ് ഒരു ഗൈഡൻസിൽ പോകുന്ന എൻവയോൺമെൻറ്റ് ആയിരുന്നു. പിന്നെ
വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളിപ്പോൾ ഒരു ആയുർവേദ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു അലോപ്പതി ഹോസ്പിറ്റലോ കയറുന്ന ഒരു അന്തരീക്ഷമല്ല ഇതിൻ്റെ അകത്ത്. വളരെ പ്ലസൻ്റായിട്ട് ഉള്ളൊരു അന്തരീക്ഷമാണ്, തന്നെയല്ല വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് എറണാകുളത്ത് പനമ്പള്ളിയാറിലെ വോക്ക്വേഡ് അറ്റത്ത് VR കൃഷ്ണയ്യ റോഡിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. കണ്ടല്ലോ, ഇതാണ് സംഭവം. ഇതിപ്പോൾ എത്ര വർഷമായി ഇവിടെ നമ്മൾ തുടങ്ങി? ഇത് 2012 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തതാണിത്. അപ്പോൾ നമുക്കിവിടെ ഒരു 50 റൂംസ് ഉണ്ട്, 100ഓളം പേഷ്യൻസിനെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം ഉണ്ട്. ഇതെല്ലാം പേഷ്യൻസ് കിടക്കുന്ന റൂംസാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇന്നലെ വെറുതെ ഇതിനെപ്പറ്റിയുള്ള കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഇതിനകത്ത് കുറേ ഫോറിനേഴ്സും കുറേ അറബികളും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. ഇവിടെ ഉണ്ട്. നമുക്ക് 3 സെൻറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു സെൻറ്റർ പനമ്പള്ളി നഗറിൽ, പിന്നെ വൈറ്റിലയിൽ എരൂർ ഭവൻസ് വിദ്യാമന്ദിർ അതിൻ്റെ ബാക്കിലായിട്ട് എരൂർ ഒരു പുഴയുടെ തീരത്തുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു വില്ല ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു ലേമറിഡിൻ്റെ വെസ്റ്റ് വിങ്ങിൽ ഒരു ടവറിൽ അവിടെ നമുക്ക് ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. എല്ലാ സെൻറ്ററിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ സർവീസ് ഒരുപോലെയാണ്, ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് ഒരുപോലെയാണ്. ഓൺലി ഡിഫറൻസ് ഈസ് ചോയ്സ് ഓഫ് അക്കോമഡേഷൻ. അപ്പോൾ അവരുടെ ആംബിയൻസിനും അവരുടെ ചോയ്സിനനുസരിച്ചുള്ള ഫെസിലിറ്റി അഡ്വാൻസ്ഡ് ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളത്. ദുബായിലുണ്ട്. ദുബായിൽ നമുക്കൊരു ക്ലിനിക് ഉണ്ട്, ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അതുപോലെ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പെഷ്യാലിറ്റി സെൻ്റർ. അതെ. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്പെഷ്യാലിറ്റി സെൻ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇപ്പോൾ ഡോക്ടർ വളരെ ഫലപ്രദമായിട്ട് ഇത്രയും വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും മറ്റുള്ളവരിലേക്ക് വരാത്തത്? എൻ്റെ ഒരു അറിവിൽ ഞാൻ രണ്ടും പഠിച്ച ഒരു ഡോക്ടറെ കണ്ടിരിക്കുന്ന ഡോക്ടർ CK രാമേന്ദ്രനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി കോഴിക്കോട്. അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആദ്യം പഠിച്ചത് MBBS ആണ്, പിന്നീട് ഇതുകൂടെ പഠിച്ചു, ആയുർവേദം പഠിച്ചു. അദ്ദേഹം അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ചികിത്സ വളരെ ഫലപ്രദമാണെന്ന്. പക്ഷേ പിന്നീട് ആരും അങ്ങനെ കാര്യമായിട്ടില്ല. അത് ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ ഡോക്ടേഴ്സിനും ഒരുപാട് പേഷ്യൻ്റ് ഉണ്ട്. എല്ലാ ഡോക്ടേഴ്സും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തിരക്കാണ്. അപ്പോൾ അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തിരക്കാകുമ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റിയിൽ അവർ പോവുകയാണ്. അപ്പോൾ അടുത്ത OP കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു എഫേർട്ട് എടുക്കാൻ ചിലപ്പോൾ അവർക്ക് സമയം കിട്ടുന്നുണ്ടാവില്ല. സാഹചര്യമുള്ളവരുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടാകുന്ന അതിനെക്കുറിച്ച് പല ഡോക്ടേഴ്സ് ഇപ്പോൾ തുറന്നു. ഞാൻ നേരത്തെ ശത്രുത എന്നൊരു കണ്ടീഷൻ നമ്മൾ കാണാറില്ല. ഡോക്ടർ അതെനിക്ക് അറിയത്തില്ല, അത് നിങ്ങൾ ആ ഡോക്ടർക്ക് ചോദിച്ച് ചെയ്തോളൂ, പക്ഷേ ഈ മരുന്ന് മുടക്കരുത് എന്നാണ് ഇപ്പോൾ നല്ലൊരു ശതമാനം ഡോക്ടേഴ്സും പറയുന്നത്. നമ്മുടെ ഇവിടെ എറണാകുളത്തുള്ള ഡോക്ടേഴ്സൊക്കെ വളരെ സപ്പോർട്ടീവാണ്. മോഡേൺ മെഡിസിനിലെ ഡോക്ടേഴ്സൊക്കെ അവരുടെ ഏരിയ കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നടത്ത് പോയി ചെയ്യുമോ അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ കാണാമെന്നുള്ള പറയും. അപ്പോൾ അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ നല്ലത്. ശരി. അതുപോലെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ രണ്ടുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും വളരെ കോസ്റ്റ്ലി ആണോ? ഒരിക്കലുമല്ല. സാധാരണ ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടായ ഒരു പ്രൈസ് ഹൈക്ക് മാത്രമേ ഇതിലും നമുക്ക് വന്നുള്ളൂ. ഇപ്പം ഒരു തൊഴിലാളിയുടെയോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫുഡിൻ്റെയോ ഒക്കെ വിലയിലുണ്ടാകുന്ന പ്രൈസ് ഹൈക്ക് മാത്രമേ ഇത്തരം സിസ്റ്റത്തിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ എക്സ്പെൻസീവ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അവിടെ നമ്മളെ പല ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിടും. അപ്പോൾ അതിങ്ങനെ ഓരോ ഡോക്ടറുടെയും ഫീ ഒക്കെ കൊടുത്ത് പോകുമ്പോഴത്തേക്കും അതിന് പകരം ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് നമ്മളെ ചികിത്സിക്കുന്നു അല്ലേ? അതെ. ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റു ഡിപ്പാർട്ട്മെൻറ്റ് റെഫറിയൽ അല്ല. ഇത് ഇപ്പോൾ ന്യൂറോളജിസ്റ്റ് ആയാലും ഫിസിക്കൽ മെഡിസിൻ ഡോക്ടർ ആയാലും ഫങ്ഷണൽ ഡോക്ടർ ആയാലും യോഗ ഡോക്ടർ ആയാലും ആയുർവേദ ഡോക്ടർ ആയാലും എല്ലാം കൂടെ സെയിം ടൈമിൽ റൗണ്ട്സിന് പോകും. ഒരു ന്യൂറോളജിസ്റ്റും മറ്റു ഡോക്ടേഴ്സും കൂടെ പോകും. പോയിട്ട് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യും. ഈ പേഷ്യൻ്റ് നമ്മൾ ഇന്നത് കൊടുക്കുന്നു, അപ്പോൾ ഞാൻ ഇന്നത് ആഡ് ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ ഇന്നത് ചെയ്തോളൂ, നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ ബെസ്റ്റ് ഏതാണെന്ന് ചെയ്തു. ആ പേഷ്യൻ്റ് ആ റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഒബ്സർവേഷൻ തന്നെ ഇപ്പോൾ സ്ട്രോക്കിലോ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഇഷ്യൂസിലോ സ്പൈൻ റിലേറ്റഡ് ഇഷ്യൂസിലോ അല്ലെങ്കിൽ ഓർത്തോപീഡിക് ഇഷ്യൂസിലോ ഒക്കെ ഒരു 2 to 3 times ഫാസ്റ്റർ റിക്കവറി എന്നാണ് നമ്മൾ ഇവിടുത്തെ മറ്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ഒബ്സർവേഷൻ. OP ടൈമൊക്കെ എങ്ങനെയാണ് ഇവിടെ? നമ്മുടെ ഇവിടെ എല്ലാ ദിവസവും OP ഉണ്ട്. സൺഡേ ഉൾപ്പെടെ OP ഉണ്ട്. രാവിലെ ഒരു 8:30, 9 മുതൽ OP തുടങ്ങും. 24 hours ഫംഗ്ഷനിങ് ആണ്, കാരണം ഇൻപേഷ്യൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ അത്തരം നമ്പറുകളൊക്കെ കൊടുക്കാം, നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ വരിക. എന്തായാലും 2 ചികിത്സാ രീതി ഒരുമിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് പേഷ്യൻസിന് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ കോമൺ ആയിട്ടുള്ള മറ്റ് 2 അസുഖങ്ങളായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, ഒന്ന് അൽഷീമേഴ്സ് അല്ലേ? അതായത് ഒരു പ്രായം വളരെ പെട്ടെന്ന് ഒരു 65-70 വയസ്സാകുമ്പോഴേ 60 രോഗം വരുന്ന ഒരു ധാരാളമുണ്ട്. പിന്നെ പാർക്കിൻസൺസ് ഡിസീസ്, എൻ്റെ അച്ഛനൊക്കെ വർഷങ്ങളോളം ഞാനൊക്കെ ആയിരുന്നു അതൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ പാർക്കിൻസൺസ് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ 2 ചികിത്സാ രീതികളും വെച്ച് എന്തെങ്കിലും ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ? വളരെ ഫലപ്രദമായിട്ട്. അതിന് മുമ്പായിട്ട് ഞാൻ ബൈജു പറഞ്ഞതിനകത്തൊരു ഒന്ന് ആഡ് ചെയ്യുക. WHO 2000 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു സ്റ്റഡി നടത്തി. അതിൽ
ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് കോസ് ഓഫ് ഡെത്ത് ആയിരുന്നു 13th പൊസിഷൻ, 13ാമത്തെ സ്ഥാനത്ത് നിന്ന് ഈ കോസ് ഓഫ് ഡെത്ത് ആയിരുന്നു 5th പൊസിഷനിലേക്ക് വന്നു ഒരു 15-16 വർഷം കൊണ്ട്. അതായത് ഈ 2 രോഗങ്ങളാണോ അതിൽ വരുന്നത്? ഇത് മാത്രമല്ല, ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ഒരുപാടുണ്ട്. പാർക്കിൻസൺസ് അതിലൊന്നാണ്, പിന്നെ അതുപോലെ ഈ അൾസൈമേഴ്സ് അതിലൊന്നാണ്. അപ്പോൾ ഈ രോഗങ്ങളുടെ കാരണം പല കാരണങ്ങളാണ്, നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നതാണ്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഫാസ്റ്റർ പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് പാർക്കിൻസൺസ് പേഷ്യൻസിന് അവർക്കുണ്ടാകുന്ന സ്പാസിസിറ്റിയും നടക്കാനുള്ള വിറയലും ട്രെമേഴ്സും പലതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മെഡിസിൻ സാധാരണ നോർമലി കൊടുക്കുന്ന ലിവോഡോപ്പ കാബിഡോപ്പ മെഡിസിൻസോ അല്ലെങ്കിൽ മറ്റ് സപ്പോർട്ടിംഗ് മെഡിസിൻസോ ആയിരിക്കും. പക്ഷേ അതോടൊപ്പം നമ്മളിവിടെ ആയുർവേദ തെറാപ്പി ചെയ്യും, ശിരോവസ്തി, ശിരോപിജു, എക്സ്റ്റേണൽ മസാജസ്, ഫിസിയോതെറാപ്പി, കോർഡിനേഷൻ എക്സസൈസസ്, വാക്കിംഗ് എക്സസൈസുകൾ. പക്ഷേ ഇത് യൂഷ്വലി ഒരു കോമൺ ന്യൂറോളജിക്കൽ പ്രാക്ടീസിൽ കാണാറില്ല. നമ്മൾ ഇത് ചെയ്യുമ്പോൾ പേഷ്യൻസിന് വളരെ വലിയ കോൺഫിഡൻസാണ്. ഇപ്പോൾ രാവിലെ അവർക്ക് ബ്രീതിങ് ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ സ്വാളോയിങ് ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ ഓരോന്ന് റൈറ്റിംഗ് ട്രെയിനിങ്, ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റൈറ്റിംഗ് ട്രെയിനിങ് കൊടുക്കുക. ഇത് വളരെ വലിയൊരു ചേഞ്ചാണ് പേഷ്യൻസ് ഉണ്ടാക്കുക. കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടുന്നു. പേഷ്യൻസിന് ഒക്യുപ്പേഷണൽ ആക്ടിവിറ്റിക്ക് ട്രെയിനിങ് കിട്ടുമ്പോൾ എനിക്കിതൊന്നും നഷ്ടപ്പെടുന്നില്ല എന്നൊരു കോൺഫിഡൻസ് തിരിച്ചു കിട്ടുന്നു. അതുപോലെ അൾസൈമേഴ്സിൽ ഏർലി ഇൻ്റർവെൻഷൻ, അൾസൈമേഴ്സിന് മെഡിസിൻ ഒന്നുമില്ല, അൾസൈമേഴ്സ് പല കാറ്റഗറീസ് വിടുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ സപ്ലിമെൻറ്റ്സ് ഒരു ന്യൂട്രീഷൻ മെഡിസിന് വലിയ റോൾ വഹിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ആയുർവേദ ചികിത്സകൾ, സ്നേഹപാനം, പഞ്ചകർമ്മ ചികിത്സകളൊക്കെ വലിയ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു മറവിയെ പോലെയൊക്കെ തോന്നി തുടങ്ങുമ്പോഴേ നമ്മളിതൊക്കെ തീർച്ചയായും ഫാമിലി ഹിസ്റ്ററിയും ഈ പറഞ്ഞതുപോലെ നമ്മുടെ റീസെൻറ്റ് മെമ്മറി, പെട്ടെന്നുള്ള കാര്യങ്ങൾ മറന്നു പോവുക. പലതരം മെമ്മറി ഉണ്ട്, റിലേറ്റീവ് മെമ്മറി, റിമോട്ട് മെമ്മറി, റീസെൻറ്റ് മെമ്മറി. പഴയ കാര്യങ്ങൾ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറന്നു പോവുക. ഫ്രീക്വൻ്റായിട്ട് മറന്നു പോകുന്നത്, ചിലപ്പോൾ മറന്നു പോകുന്നത് അദ്ദേഹത്തിന് അറിയാതിരിക്കുന്ന അവസ്ഥ വരിക. ഇതൊക്കെ വരുമ്പോൾ അഡ്രസ്സ് ചെയ്യും. ഇതൊന്നുമില്ല, നമുക്ക് അൾസൈമേഴ്സ് ആണ് അല്ലെങ്കിൽ പിന്നെ ഡിമെൻഷ്യ ആണെന്നൊക്കെ പറഞ്ഞു വിടുന്നതിന് പകരം പേഷ്യൻ്റ് തീർച്ചയായിട്ടും എന്തുകൊണ്ട് മറ്റൊരു സിസ്റ്റം നോക്കിയിട്ട് ഇഫക്റ്റീവ് ആണെന്ന്, അത് മെഡിക്കൽ സമൂഹം ഒന്നിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെയാണ് നമുക്കൊന്നുമില്ല, ഞങ്ങൾക്ക് ചികിത്സ ഇല്ല എന്നൊരു ഡോക്ടർ പറയുന്നിടത്ത് മറ്റേതോടെ നോക്കിക്കൂടെ എന്ന് ഡോക്ടർ പറയുന്നിടത്താണ് പേഷ്യൻ്റെ കംപ്ലീറ്റ് വെൽനെസ് വെൽബീയിങ് ഡോക്ടർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ശരിയല്ല. അപ്പോൾ ഞങ്ങൾക്കൊന്നുമില്ല, ഇത് രോഗം ഇതാണ്, ഞങ്ങൾക്കൊന്നുമില്ല. പകരം നിങ്ങൾക്ക് എന്താണ് പ്രകൃതി എന്നുള്ളത്, എന്താണ് മറ്റ് സിസ്റ്റത്തിൽ എന്നുള്ളത്, അതൊരു എക്സ്പേർട്ട് ടീമിൻ്റെ അടുത്ത് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത്, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ചെറിയ ഈ പറഞ്ഞ പ്രഷർ അത്രയും സാധനങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ അതല്ലാതെ ഒരു വലിയൊരു രോഗാവസ്ഥ ഇല്ലാത്ത ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ ഈ രോഗരഹിതമായി കൊണ്ടു നടക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അത് നല്ലൊരു ചോദ്യമാണ്. കാരണം പലപ്പോഴും നമുക്കെല്ലാം അറിയാം, ഷുഗർ കുറയ്ക്കണം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം, ഡയറ്റ് കൺട്രോൾ ആക്കണം, ഇതൊക്കെ അറിയാമെങ്കിലും പല ഇൻഹിബിഷൻസ് നമുക്കുണ്ട്. അത് ഒന്ന് എഴുന്നേറ്റ് പോയി ചെയ്യാനുള്ള മടികൾ, അല്ലെങ്കിൽ ഫോളോ ചെയ്യാനുള്ള പറയുന്നത്, പിന്നെ യാത്രാ സിറ്റുവേഷൻസ് ഒക്കെ. അപ്പോൾ ഇതിൽ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക്. ഇതാണ് നിങ്ങളുടെ ഇപ്പോൾ ഒരു 10-12 ദിവസം ഇവിടെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു എക്സ്പീരിയൻസ് ഉണ്ട്. സോ ആയുർവേദം പറയുന്നത് എല്ലാം നമ്മുടെ ശരീരം ഒരു വർക്കിംഗ് മെഷീൻ പോലെയാണ്. So you are very particular about sending your car for a service after running 10,000 kilometers to change the air filter and oil filter. നമ്മുടെ മെഷീനും അതുപോലെയാണ്. We also need a periodical cleansing. അത് ചെയ്യുമ്പോൾ ഇത്തരം ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് കുറയും. അതോടെ ആ സ്റ്റേയിൽ നിങ്ങൾക്ക് ഡയറ്റിൽ എന്തൊക്കെ വേണം, എക്സസൈസ് എന്തൊക്കെ ചെയ്യാം, ബ്രീതിങ് എങ്ങനെ ചെയ്യുക, യോഗ, ഇത് നിങ്ങൾക്ക് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്. ഇതിനകത്ത് 100% ഫോളോ ചെയ്താൽ ഒരു 60% ഫോളോ ചെയ്താലും സക്സസ്ഫുൾ ആണ്. അതിപ്പോൾ ഇവിടെ നിന്ന് താമസിച്ച് തന്നെ ചെയ്യണോ അതോ വന്നു പോകണോ? അത് ബേസ്ഡ് ഓൺ അപ്പം വന്നു പോകുന്ന കണ്ടീഷനിൽ ചിലർക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ ചിലപ്പോൾ വീണ്ടും നമുക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ അത് സ്റ്റേ ചെയ്ത് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഇപ്പം നമ്മളൊരു മൾട്ടി ലെയർ ഫിൽറ്റർ, അത് വർഷങ്ങളുടെ ഉപയോഗം കൊണ്ട് അത് ബ്ലോക്കായി പോയാൽ അതേ പോയിന്റിൽ വാഷ് ചെയ്തിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഡു എ ബാക്ക് വാഷ്. ഇതിനാണ് പഞ്ചകർമ്മ ചികിത്സ എന്ന ആയുർവേദത്തിൻ്റെ കോൺസെപ്റ്റ്. അത് കഴിയുമ്പോൾ ബോഡി തന്നെ റിഫ്രഷ് ചെയ്തിടും. അത് വന്നുപോയി ചെയ്യാം, താമസിച്ചിട്ടും ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എല്ലാ വർഷവും ചെയ്യുന്നത് വളരെ തീർച്ചയായിട്ടും. അതാണ് കേരളത്തിൽ ഈ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ളത്. വർഷകാല ചര്യ എന്ന് പറഞ്ഞ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഓരോ സീസണിലും അഡോപ്റ്റ് ചെയ്യേണ്ട സീസണൽ റെജീംസ് ആയുർവേദത്തിൽ പറയുന്നത്. അപ്പോൾ ഡെയിലി റെജീംസ്, സീസണൽ റെജീം, ഫുഡ് ഹാബിറ്റ്സ്, മോറൽ കോഡ്സ്, ഇതെല്ലാം ആയുർവേദത്തിൽ പറയുന്നത്. അതെല്ലാം കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. ഇതെല്ലാം ഞാൻ ഈ ഫാസ്റ്റർ ലൈഫിൽ എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ
കിടപ്പായി കഴിയുമ്പോൾ എഴുന്നേറ്റ് വരുമല്ലോ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത് അത്രയുള്ള കാര്യം. ഭയങ്കര തിരക്ക് പിടിച്ച് ഒന്നിനും സമയമില്ലാന്ന് പറഞ്ഞു. അല്ലെ, ഒരു പേഷ്യൻ്റ് തമാശ നമുക്ക് പറയാൻ പാടില്ലെങ്കിലും ഒരു പേഷ്യൻ്റെ അടുത്ത് എനിക്കറിയാവുന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻ്റ്, പുള്ളിക്ക് ഫാമിലി സ്റ്റഫ് ഡിസീസ് ഒക്കെ ഉണ്ട്. കുറേ നാൾ പുള്ളി സ്മോക്ക് ചെയ്ത് പുള്ളിക്ക് അതിനൊരു മൈനർ സ്ട്രോക്ക് വന്നു. അപ്പോഴും ഞാൻ വാൺ ചെയ്തു. എൻ്റെ അടുത്ത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ചെറിയ പെരുപ്പുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു സെൻസറി ഇഷ്യൂ ആണ്, വളരെ താങ്ക്ഫുൾ ആണ്, നിങ്ങൾ സ്മോക്കിങ് നിർത്തണം. ഡോക്ടറെ സ്ട്രെസ്സാണ്, നിർത്താൻ പറ്റില്ല. അങ്ങനെ ഇങ്ങനെ ഉറക്കം, രാത്രി ഒത്തിരി കോഫി കുടിക്കലും, അല്ല കോഫി പ്രശ്നമല്ല എങ്കിൽ പോലും സ്മോക്കിങ് ഇതെല്ലാം. അവസാനം പുള്ളി സ്ട്രോക്ക് വന്നപ്പോൾ ഡോക്ടർ ഞാനും നിർത്താൻ, ഞാൻ പറയാം ഇനി നിർത്തണ്ട, ഇനി വലിച്ചോളാൻ പറഞ്ഞു. ഇനി നിർത്തിയിട്ട് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഓടി നടക്കുന്നത് എനിക്ക് ഒട്ടും സമയമില്ല എന്ന് പറയുന്നു. എനിക്കൊക്കെ അങ്ങനെ വന്നിട്ടുള്ളൂ. പണ്ട് ഡിസ്കിനൊക്കെ ഇഷ്യൂ വന്നപ്പോൾ ശരി ഒരു ഭയങ്കര തിരക്കിടക്കുന്ന ഞാൻ കിടപ്പായി പോകുന്ന അവസ്ഥ വന്നപ്പോൾ എല്ലാ തിരക്കും മാറ്റി വെച്ച് പോയി കിടക്കേണ്ടി വന്നു. അപ്പോൾ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് കൈകാര്യം ചെയ്ത് വിടുന്നതായിരിക്കും മുന്നോട്ടുള്ള ജീവിതത്തിന് നല്ലത്. ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടുത്തെ ഇപ്പം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ ഡോക്ടർ MR വാസുദേവൻ നമ്പൂതിരി, അദ്ദേഹമൊക്കെ വളരെ സീനിയർ അല്ലേ? പുള്ളി കേരളത്തിലെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആയിരുന്നു. പിന്നെ സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. കേരള ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ബെസ്റ്റ് ഡോക്ടർ അവാർഡ്സ് കിട്ടിയിട്ടുള്ള ആളാണ്. എൻ്റെ ഗുരുനാഥനാണ്. അതോടൊപ്പം ഡോക്ടർ ശ്രീകുമാർ പുള്ളി ഉണ്ട്. പിന്നെ ഡോക്ടർ ബിജു രവീന്ദ്രൻ ഹെഡ് ആൻഡ് നെക്ക് സർജനാണ്, ഫങ്ഷണൽ മെഡിസിൻ. ഡോക്ടർ ബിജു രവീന്ദ്രൻ ഫിസിക്കൽ മെഡിസിൻ. ഡോക്ടേഴ്സ് എല്ലാം അവിടെ ഉണ്ട്. എല്ലാവരും ജസ്റ്റ് നമുക്ക് കാണാം. കാരണം നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ കാണേണ്ടവരാണ്, അവരെയൊക്കെയാണ് നിങ്ങൾക്ക് കാണേണ്ടി വരുന്നത്. അപ്പോൾ അവരെയും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും അല്ലേ? അതെ അതെ. അപ്പോൾ നമ്മൾ രാവിലെ ഏതാണ്ട് 7 മണിക്കാണ് ഇവിടെ റാഹയിലെത്തിയത്. ഡോക്ടേഴ്സൊക്കെ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ഇവിടുത്തെ പുലികളൊക്കെയാണ് ഈ നിൽക്കുന്നത്. ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ച ഇവിടുത്തെ ഏറ്റവും പ്രമുഖരായ പ്രഗത്ഭരായ ഡോക്ടർമാരൊക്കെയാണ്. ഡോക്ടർ ഒന്ന് പരിചയപ്പെടുത്താം എല്ലാവരും. ഇത് ഡോക്ടർ ശ്രീകുമാർ. അദ്ദേഹം ബേസിക്കലി ഒരു ഹെഡ് ആൻഡ് നെക്ക് സർജനാണ്. അത് പുള്ളി ഈ ന്യൂട്രീഷണൽ മെഡിസിൻ, ഫങ്ഷണൽ ന്യൂട്രീഷൻ മെഡിസിനിലെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ആളാണ്. ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പുള്ളി ഇപ്പോൾ ഒരു 40 വർഷത്തോളം പ്രാക്ടീസ് ഉണ്ട്. 20 വർഷത്തിൽ കൂടുതൽ ഡോക്ടറാണ് ഇതിനകത്ത് ന്യൂട്രീഷണൽ മെഡിസിൻ. അപ്പോൾ ഡോക്ടർ ശരിക്കും ഹെഡ് ആൻഡ് നെക്ക് സർജൻ ആണെങ്കിൽ ഇപ്പോൾ ന്യൂട്രീഷൻ മെഡിസിനിലാണ് ഫുള്ളി. എന്താണ് അങ്ങനെ ഒരു മാറ്റം വരാനുള്ള കാര്യം? ബേസിക്കലി നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് പോയപ്പോൾ ഒരു അസുഖത്തിനെ സ്പെഷ്യലൈസ് ചെയ്ത് ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ ഇവർക്കെല്ലാം തിരിച്ച് ലൈഫ് കൊടുക്കണമെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ ഹെൽത്ത് നിന്ന് വളരെ മോശമാണ്. അതിന് ഒരു സംവിധാനമില്ല. സോ അതിനകത്തോട്ടൊരു ഐഡിയ വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഇൻ ഡെപ്ത് ഇറങ്ങി. സോ ഇറ്റ് വെൻറ്റ് അറ്റ് ദി സെല്ലുലാർ ലെവൽ, ജനറ്റിക് ലെവൽ. ആ ലെവലിൽ കൂടെ ഒരു ആരോഗ്യം തിരിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു പ്രശ്നമുള്ളതെടുത്ത് മാറ്റിക്കഴിഞ്ഞാലും പിന്നെ ആരോഗ്യത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഒരു പോയിൻ്റേ ഉള്ളൂ, ക്വാളിറ്റി ഓഫ് ലൈഫ് എന്തെങ്കിലും ശകലം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി ഗിവൺ. അതിനൊരിക്കലും മെഡിസിൻസ് ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല. മെഡിസിൻസ് ബ്ലോക്ക് ചെയ്യും. സർജറി ആണെങ്കിൽ ലിമിറ്റേഷനാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും റീഹാബിലിറ്റേഷൻ മറ്റതൊക്കെ ചെയ്യുമ്പോഴും ഇൻറ്റേർണൽ സെല്ലുലാർ മെക്കാനിസംസ് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക്. അതുകൊണ്ടാണ് യോഗ, മെഡിറ്റേഷൻ, ഫിസിക്കൽ വർക്കൗട്ട് ഇതെല്ലാം വന്നിട്ടും ഇന്ന് ആൾക്കാർ സഫർ ചെയ്യുകയാണ്. സോ സഫറിങ്സ് കുറയ്ക്കുക, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് ഓൺലി എ ഡോക്ടർ ക്യാൻ ഡു. ഡോക്ടർ ക്യാനോട്ട് നമ്മൾ സേവ് എ ലൈഫ് എന്നൊക്കെ പറയാം, പക്ഷേ മരണം ആർക്കും തടയാൻ പറ്റത്തില്ല. പക്ഷേ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഗൈഡൻസും അഡ്വൈസും കൊടുക്കാനായിട്ട് ഒരു ശാസ്ത്രീയ സംവിധാനം. സോ ഗോയിങ് അറ്റ് ദി മോളിക്കുലർ ലെവൽ ആൻഡ് അറ്റ് ദി ജനറ്റിക് ലെവൽ. അപ്പോൾ അത് ഓരോ ഇൻഡിവിജ്വൽസിന് മാറ്റം ഉണ്ടാവും അല്ലേ? ദിസ് ഈസ് കാരണം പണ്ട് ഡോക്ടേഴ്സിൻ്റെ ഒരേ ഒരു അംബീഷൻ വെച്ചാൽ എങ്ങനെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ കൊടുക്കാം. വെരി ടഫ്. പക്ഷേ സയൻസ് ഡെവലപ്പ് ചെയ്ത് മോളിക്കുലർ സയൻസിലായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സ് ഇത് പലപ്പോഴും നമ്മുടെ മുമ്പിലോട്ട് വരുന്നില്ല. ആ ഒരു ഫീൽഡിലൊക്കെ ഞാൻ ഇറങ്ങി. അതുകൊണ്ടാണ് ഐ ന്യൂ ദാറ്റ് ഓക്കെ ഇറ്റ് ഈസ്
പേഴ്സണലൈസ്ഡ് മെഡിസിനാണ്, പേഴ്സണലൈസ്ഡ് ഹെൽത്താണ്, പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷനാണ്. പക്ഷേ ദിസ് ഈസ് ഹാപ്പനിങ് അറ്റ് ദി ജെനറ്റിക് ആൻഡ് മോളിക്കുലർ ലെവൽ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ ഇപ്പോൾ ഇത്രയും പല ഡോക്ടേഴ്സ് എന്ന കൺസെപ്റ്റ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞാൽ പേഴ്സണലൈസ്ഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ്റെ ഏറ്റവും സയൻറ്റിഫിക് അപ്രോച്ച്. രണ്ടാമത് ഏത് അസുഖം വന്നാലും ട്രീറ്റ്മെൻറ്റ്, ഏത് ടൈപ്പ് ഓഫ് സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റും സെല്ലുലാർ ട്രീറ്റ്മെൻറ്റ് ഇവിടെ നടക്കും. സോ ട്രീറ്റ്മെൻറ്റ് ദെൻ കംസ് പാലിയേറ്റീവ് കെയർ. ഇനി ഒരു രക്ഷയുമില്ലാതെ ഞങ്ങൾ എന്താ വെച്ചാൽ പാലിയേറ്റീവ് വെൽനെസ്സാണ്. ഇൽനെസ്സിൽ നിന്ന് വെൽനെസ്സിലേക്ക് പോകുന്നൊരു വഴി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. സോ പാലിയേറ്റീവ് വെൽനെസ്. പിന്നുള്ളത് എമർജൻസി കെയർ. എനി ടൈപ്പ് ഓഫ് എമർജൻസി നമ്മൾ സയൻറ്റിഫിക്കലി മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും മാനേജ് ചെയ്യുക എന്നുള്ളതല്ല, മാനേജിങ് ഫോർ എ ബെറ്റർ ഹെൽത്ത്. അപ്പം ഒരു രോഗമില്ലാത്ത ഒരാളാണെങ്കിലും ഈ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ വെൽനസ്സിന് വേണ്ടി നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം രോഗമില്ലാത്ത ഒരാൾക്ക് കൂടുതൽ ഹെൽത്ത് വേണം. കാരണം ഇന്ന് എല്ലാവർക്കും അംബീഷൻ ഉണ്ട്. ഇഫ് എനിബഡി വാണ്ട്സ് ടു അച്ചീവ് ദെയർ ഗോൾ, ദേ ഹാവ് ടു ഹാവ് ഹെൽത്ത്. ഇപ്പം എനിക്കൊന്ന് പല ഡിഗ്നിറ്ററീസിനെ എനിക്കറിയാം. അവരെല്ലാം ഇന്ന് വരുന്നത് അവർക്ക് ഇന്നുള്ളതിനേക്കാൾ ബെറ്റർ ആകണം ഇൻ ദെയർ ലൈഫ്, ഇൻ ദെയർ മേ ബി പൊസിഷൻ. സോ ബെറ്റർ ആകണമെങ്കിൽ മണി കനോട്ട് ബൈ, ഓൺലി ഹെൽത്ത് ക്യാൻ ബൈ. ഹെൽത്ത് ഈസ് വെൽത്ത്. അപ്പോൾ അങ്ങനെ വലിയ തിരിച്ചറിവിലാണ് ഡോക്ടർ ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ കാണണമെങ്കിൽ ഇവിടെ വരാം. ഇനി അടുത്ത ഡോക്ടറിലേക്ക് ഒന്ന് പോട്ടെ. അത് ഡോക്ടർ പ്രൊഫസർ MR വാസുദേവൻ നമ്പൂരി എൻ്റെ പ്രൊഫസറുടെയാണ്. അദ്ദേഹം ഫോർമർ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനാണ്. കേരള ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ബെസ്റ്റ് ഡോക്ടർ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരുപാട് റെപ്യൂട്ടേഷനുള്ള ഒത്തിരി വിദ്യാർത്ഥികൾക്ക് PhD ഗൈഡൊക്കെ ആയിട്ടുള്ള സാറിൻ്റെ സേവനം ദാഹയായിട്ട് സാർ ഇപ്പോൾ 15 വർഷമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ആദ്യം സംസാരിച്ചൊരു കാര്യം, അതായത് പലപ്പോഴും നമ്മൾ ഈ അലോപ്പതി ആയുർവേദം രണ്ടും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ CK രാമേന്ദ്രൻ ഇത് രണ്ടും പഠിച്ച ഡോക്ടറെ ഞാൻ പണ്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ശാഖകളും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഡോക്ടർ ഇപ്പം തുടക്കം ആയുർവേദത്തിലാണല്ലോ വന്നത്. എന്താണ് ഇത് രണ്ടുകൂടെ യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം പേഷ്യൻറ്റിന് കിട്ടാവുന്നത്? നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ ഒരു വൈദ്യശാസ്ത്രവും പരിപൂർണമല്ല, എല്ലാം ഇൻകംപ്ലീറ്റാണ്. അപ്പോൾ ഒന്നൊന്നിനോട് കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഡബിൾ ഇഫക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ലോകോത്തരമായ ആയുർവേദ ചികിത്സ നമുക്ക് കൊടുക്കാൻ കഴിയും. എല്ലാ മോഡേൺ കൺസൾട്ടേഷൻ, ന്യൂറോളജി, കാർഡിയോളജി ഏത് വേണമെങ്കിലുണ്ട്. ഡോക്ടറെ പോലുള്ള ഇതുപോലുള്ള ഈ ന്യൂട്രീഷൻ മെഡിസിൻ ഉണ്ട്. ഈ ഇദ്ദേഹത്തിനെ പോലുള്ള ഫിസിയോതെറാപ്പിയുടെ ഡോക്ടറുടെ അങ്ങനെ എല്ലാം ഒരു ഇൻ്റഗ്രേഷൻ അവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഇൻ്റഗ്രേഷൻ കൊണ്ട് നമ്മൾ ആക്ച്വലി നമ്മുടെ ഉദ്ദേശം എന്താ? പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത്. നമുക്കതാണ് അൾട്ടിമേറ്റ് ഗോൾ. അത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഒരു ലോകോത്തര നിലവാരമുള്ള സ്ഥാപനമാണ് ശരിക്കും പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ പല ആശുപത്രികളിലും പോയിട്ടുണ്ട്, പല സ്ഥലത്തും ഇന്ത്യ മുഴുവൻ സന്ദർശിച്ചിട്ടുണ്ട്, എല്ലാ ആയുർവേദ കോളേജുകളിലും പോയിട്ടുണ്ട്. ഇത്രയും ഒരു നിലവാരം പുറത്തുന്ന, അതായത് പേഷ്യൻറ്റിനോട് ഏറ്റവും കമ്മിറ്റഡ് ഒരു ആശുപത്രികൾ വേറെ കാണാനില്ല. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ടുള്ള റിക്കവറിയാണ് ഈ രണ്ട് ശാഖകളും കൂടെ ഒരുമിച്ച് വരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു സ്ട്രോക്ക് വന്നു, അക്യൂട്ട് മാനേജ്മെൻറ്റ് നമ്മളെല്ലാം അറിയാം. ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് അലോപ്പതി ആശുപത്രി പോകുന്നു, ഒരാഴ്ച കൊണ്ട് അവർ പറയുന്നു ഇനി ഫിസിയോതെറാപ്പി മതി എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ റൈറ്റ് ടൈം. നമ്മുടെ അടുത്തേക്ക് വരുന്നു, സാറിന് ന്യൂട്രീഷൻ മെഡിസിൻ ഉണ്ട്, ഞങ്ങളുടെ ആയുർവേദമുണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്. പേഷ്യൻ്റ് 2 ആഴ്ചക്കൂടെ സാർ ആദ്യം പറഞ്ഞ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നു. ഇത് കൂടെ എന്ത് സന്തോഷം വേണം നമുക്ക്, അല്ലേ? അതാണ് അൾട്ടിമേറ്റായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വരാവുന്നൊരു സ്ഥാപനമാണ് റാഹ. അടുത്ത ഈ ഡോക്ടറിൻ്റെ അടുത്ത് ഞാനിപ്പോൾ എൻ്റെ കൈയൊന്ന് ഏൽപ്പിച്ചു. ചെറിയ ടെന്നീസ് എൽബോ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇവിടെ ചികിത്സ ആരംഭിക്കാൻ പോവാണ്. ഡോക്ടർ ബിജു രവീന്ദ്രൻ, അദ്ദേഹം ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ്റെ ഇവിടെ നമ്മുടെ ലീഡ് ചെയ്യുന്ന ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിലാണ് പേഷ്യൻസിന് ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ള ഇപ്പോഴത്തെ എന്താ കണ്ടത് മറ്റ് രോഗങ്ങളൊക്കെ മാറ്റി ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രധാനമായിട്ട് ഇപ്പോൾ വരുന്നൊരു സാധനം എന്ന് പറയുന്നത് നട്ടലിൻ്റെ പ്രശ്നങ്ങൾ, ഡിസ്ക് പ്രശ്നങ്ങളൊക്കെയാണല്ലോ. പ്രത്യേകിച്ച് IT പ്രൊഫഷണൽസിലൊക്കെ എന്താണ് ഫാസ്റ്റായിട്ടുള്ള അതിന് റിക്കവറി നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നത്? ഏറ്റവും ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴും എല്ലാ സമയത്തും നട്ടലിൽ വരുന്ന ലോഡ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിനുള്ള അഡ്വൈസാണ് കൊടുക്കുന്നത്. പോസ്റ്റർ നന്നാവണം, ഇരിക്കുന്ന രീതി, നിൽക്കുന്ന രീതി, ജോലി ചെയ്യുന്ന രീതി, അതെല്ലാം നന്നാവണം. അപ്പോൾ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം പെയിൻ വരാതിരിക്കാനായിട്ടുള്ള എക്സസൈസ് കാര്യങ്ങളുണ്ട്. വന്നു കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ട് ചികിത്സ. അപ്പോൾ ഇവിടെ ആണെങ്കിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഫിസിയോതെറാപ്പി കൊടുക്കുന്നതിനേക്കാൾ ആയുർവേദവും ഫിസിയോതെറാപ്പിയും കമ്പൈൻഡ് ആയിട്ട് കൊടുക്കും. അത് നടുവേനയ്ക്ക് മാത്രമല്ല, സ്ട്രോക്കിനായാലും സ്പൈനൽ കോഡ് ഇഞ്ചുറിക്കായാലും എവിടെയായാലും ഇതൊക്കെ ഫാസ്റ്റർ റിക്കവറി, നല്ല ഫാസ്റ്റർ റിക്കവറി. അത് കഴിഞ്ഞ് കിട്ടുന്ന റിക്കവറിയുടെ ക്വാളിറ്റി, അത് രണ്ടും പ്രകടമായ വ്യത്യാസമുണ്ട്. ഇവിടെ ഞാൻ മറ്റ് നമ്മൾ തനിച്ചൊരു റിഹാബ് കൊടുക്കുന്നതിനേക്കാളും പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. അതാണ് മെയിനായിട്ടുള്ളൊരു വ്യത്യാസം. അപ്പോൾ ഇതൊരു വളരെ കാലമെടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണോ ഇത്തരത്തിലുള്ളത്? അത് അസുഖത്തിൻ്റെ കാഠിന്യം പോലെ ഇരിക്കും. അതുപോലെ ചിലപ്പം ഒരു സ്ട്രോക്ക് ആണെങ്കിലും അത് ഏത് ബ്രെയിനിൻ്റെ ഏത് ഭാഗത്ത് വരുന്നു, ഏത് രീതിയിൽ വരുന്നു എന്നുള്ള അനുസരിച്ചായിരിക്കും റിക്കവറി വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ടാവും IT മേഖലയിലൊക്കെ ഉള്ളവർ. എല്ലാവരുടെയും പ്രശ്നം നടുവും
പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ജിമ്മിൽ പോകാൻ ശ്രമിക്കുമെങ്കിലും അതുകൊണ്ടൊന്നും മാറ്റം വരാറില്ല. അപ്പോൾ അതിനുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഇനി ഡോക്ടർ ജിജി പ്രസാദ് ഇവിടുത്തെ മെഡിക്കൽ അഡ്മിനാണ്. ഡോക്ടറാണ് ഈ എല്ലാ ഡോക്ടേഴ്സിനെയും കോർഡിനേറ്റ് ചെയ്യും. ഒരു ഡോക്ടർ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റെഫർ ചെയ്യലല്ല, എല്ലാ ഡോക്ടേഴ്സുമായിട്ട് കോർഡിനേറ്റഡ് ഡിസ്കഷൻസ്, ഒരേ സമയത്ത് പേഷ്യൻസിൻ്റെ വെൽബീയിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻസും ഒരു പ്രത്യേകത എല്ലാ രോഗികളും എല്ലാ ഡോക്ടർമാരുടെ അല്ലാണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ന്യൂറോളജി എല്ലാ രോഗികളും എല്ലാ ഡോക്ടർമാരുടെ. അപ്പോൾ ആ കൂട്ടുത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഒന്നും മിസ്സാവില്ല ശരിക്കും പറഞ്ഞാൽ. നല്ലൊരു പിന്നെ ഡോക്ടറുടെ ആ ഒരു എൻ്റർപ്രണർഷിപ്പ് പറയാതിരിക്കാൻ പറ്റില്ല ഡോക്ടർ അൻവറുടെ. അത് ഇതിനകത്ത് വലിയൊരു ഘടകമാണ്. അതുപോലെ റൗണ്ട്സ് എടുക്കുന്ന പോലെ ഒരുമിച്ചാണ് ഞാനും PMR ഡോക്ടറും ആയുർവേദ ഡോക്ടറും ഞങ്ങളുടെ ടീമും എല്ലാം ഒരുമിച്ചാണ് പേഷ്യനെ കാണുന്നത്. അസസ്മെന്റും എല്ലാം ഒരുമിച്ചാണ്. ഒന്നും മിസ് ചെയ്യില്ല, ഒരു സിംറ്റം മിസ് ചെയ്യില്ല. അതൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇവരെ നമ്മൾ ഈഗോ ഇല്ലാതെ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ കാണാനും കിട്ടാത്തൊരു സംഭവമാണത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇൻ്റഗ്രേഷൻ സാധ്യമാക്കുന്നത്, എല്ലാവരുടെയും കൂടെയുള്ള ഒരു ഇൻ്റഗ്രേഷൻ? അതായത് ഇതിപ്പം പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഡോക്ടർ ശ്രീകുമാർ ആയാലും ഡോക്ടർ MR വാസൻ നമ്പൂരി സാറാണെങ്കിലും ഡോക്ടർ ബിജു രവീന്ദ്രനാണെങ്കിലും നമുക്ക് ഏത് പേഷ്യൻ്റ് വന്നാലും നമ്മൾ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ അൻവറുമായിട്ടും ഡിസ്കസ് ചെയ്ത് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് അതായത് കൺസൾട്ടൻസുമായിട്ട് ഡിസ്കസ് ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു കോർഡിനേഷനിലൂടെയാണ് നമ്മളത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏത് രോഗമായിട്ട് വന്നാലും ഈ ഒരു ഒരുമിച്ചുള്ള ഒരു ചികിത്സാ രീതിയാണ്. ഓരോ കണ്ടീഷൻ അനുസരിച്ചാണ് മിക്കവാറും എല്ലാം കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ കമ്പൈൻ ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മൊത്തത്തിലുള്ള ചികിത്സ കഴിഞ്ഞ് വൈകുന്നേരത്തൂടെയാണോ പോകാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള എല്ലാ വിലയിരുത്തലുകളും കഴിഞ്ഞിട്ട്? നമുക്കൊരു പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡിസ്ക് പ്രൊലാപ്സ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റാണ് വരുന്നത്, അല്ലെങ്കിൽ സ്ട്രോക്ക് പേഷ്യൻ്റാണ് വരുന്നതെങ്കിൽ നമുക്കൊരു ദിവസം തന്നെ ആയുർവേദ സെഷൻസ് ഒരു ദിവസം തന്നെ 2 സെഷൻ ആയുർവേദ തെറാപ്പി ഉണ്ടാവും, ഫിസിയോതെറാപ്പി 2 സെഷൻ, റിഹാബ് ആണെങ്കിൽ 2 സെഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് അക്യുപഞ്ചറുണ്ട്, സപ്പോർട്ടീവായിട്ട് സോളോയിങ് തെറാപ്പി, സ്പീച്ച് തെറാപ്പി, അങ്ങനെയുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. അപ്പോൾ ഒരു ഏകദേശം രാവിലെ മുതൽ ഈവനിങ് വരെ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ അരൂരും ഉണ്ട് ഒരു സെൻറ്റർ എന്നുള്ളത്. എന്താണ് അത് നമ്മളുടെ വ്യത്യാസം എന്താ? ഞാനിപ്പം ഒരാൾ ഇവിടെ വന്ന് ഇൻപേഷ്യൻ്റ് ആകാൻ തീരുമാനിച്ചാൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, എന്താണ് വ്യത്യാസം? അരൂരല്ല, വൈറ്റിലെ എരൂരാണ്. വ്യത്യാസം ചോയ്സ് ഓഫ് അക്കോമഡേഷൻ മാത്രമേ ഉള്ളൂ. അതൊരു പുഴയുടെ തീരത്തുള്ള വില്ല ടൈപ്പാണ്. അപ്പോൾ ഒരു റൂം 2 റൂം കിച്ചൺ ഹാൾ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ്. ലേമറിഡിൻ്റെ വെസ്റ്റ് വിങ്ങിലും ഉണ്ട്. ബാക്കി ഒരു വ്യത്യാസമില്ല. ഈ എല്ലാ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സും എല്ലാ സെൻറ്ററിലും പോകും. നമ്മുടെ വിസിറ്റിംഗ് കൺസൾട്ടൻസ് ഉൾപ്പെടെ പോകും. പേഷ്യൻസിന് ആ ഒരു അഡീഷണൽ ബേർഡൻ അല്ല, ഒരു പാക്കേജിൽ തന്നെയാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഏത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ വേണോ അത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാ സെൻറ്ററിലും പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ എല്ലാ സെൻറ്റേഴ്സിലും നമുക്ക് ഫുഡൊക്കെ ഉണ്ട്, ഫെസിലിറ്റി എല്ലാ സെൻറ്ററിലും ഫുഡിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. അത് പേഷ്യൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവരുടെ റെസ്ട്രിക്ഷൻസ് അനുസരിച്ചുള്ള ഡയറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാം മനസ്സിലായതാണ്. എനിക്ക് എന്തായാലും മനസ്സിലായി, കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വളരെ വിശദമായിട്ട് തന്നെയാണ് നമ്മൾ സംസാരിച്ച. ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ ഡോക്ടർ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. ഇപ്പോൾ ഇവരെയൊക്കെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഫോൺ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ രോഗം എന്താണെന്ന് വെച്ചാൽ വിളിച്ചു ചോദിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം അല്ലേ തീർച്ചയായിട്ടും ഇവിടെ വന്ന് നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ ഇവിടെ വരിക. ഇത്രയും ഇതുപോലുള്ള MBBS ഡോക്ടർമാർ അതുപോലെ തന്നെ എല്ലാ രംഗങ്ങളിലെയും പ്രഗത്ഭരെല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട ചികിത്സ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരോടും. അപ്പോൾ ഞാനും ഇവിടെ എൻ്റെ ടെന്നീസ് എൽബോയുമായിട്ട് ഞാൻ പ്രവേശിക്കാൻ പോവുകയാണ്. ഈ പറഞ്ഞ പോലെയാണ്. അപ്പോൾ പണ്ട് പറയില്ല, നമ്മൾ വെറുതെ ഒരു പരസ്യം പറഞ്ഞാൽ പോരാ, അത് നമ്മൾ തന്നെ അനുഭവിച്ച് പറയണമെന്ന് പറഞ്ഞാൽ എന്തായാലും എൻ്റെ കൈ നന്നാകും എന്നുള്ളത് എനിക്ക് സംശയമൊന്നുമില്ല. കാരണം അത്ര പ്രഗത്ഭരായ ഡോക്ടർമാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.